ഹലോ. ഇന്ന് നമ്മൾ മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നവരായിരിക്കുമല്ലോ ഭൂരിഭാഗം പേരും. ഇത് കാണുന്നവരെല്ലാവരും തന്നെ മാനിഫെസ്റ്റേഷനൊക്കെ അതിനെക്കുറിച്ച് അറിയാവുന്നവരും അത് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ റിയാലിറ്റിയിൽ വരുന്നില്ല എങ്കിൽ, മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിലെന്താണ് ബ്ലോക്കേജ് എന്നാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ കറൻറ്റ് മാനിഫെസ്റ്റിംഗ് എനർജിയാണ്. ഇത് നിങ്ങൾ എവിടെയാണ് അലൈൻഡ് ആയിട്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ കാർഡാണ്. ഇത് എന്താണ് ബ്ലോക്ക് ആയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ കാർഡാണ്. എന്താണ് നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്നത്, അതാണ് ഈ കാർഡ്. എന്താണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്, അൺബ്ലോക്ക് ആക്കിക്കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ ബ്ലോക്കാണെന്ന് പറഞ്ഞു, ആ ബ്ലോക്ക് മാറ്റിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുക, എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ കുറച്ചുകൂടി എഫക്റ്റീവ് ആൻഡ് ഫസ്റ്റർ ആക്കുന്നത്, കുറച്ചുകൂടി പെട്ടെന്ന് കുറച്ചുകൂടി നന്നായിട്ട് എഫക്റ്റീവായിട്ട് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ കാർഡാണ് ഇത്. ഡീറ്റെയിലായിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ടവർ കാർഡാണ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങളുടെ കറൻറ്റ് മാനിഫെസ്റ്റിംഗ് എനർജി. ടവർ കാർഡ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് ആണ്. നിങ്ങളുടെ പ്രതീക്ഷകളെല്ലാം നശിച്ച് നിങ്ങളൊരു എല്ലാം തീർന്നു എന്നുള്ള ഒരു സ്റ്റേജിലാണ്. നിങ്ങളുടെ പ്രതീക്ഷകളൊന്നും നടന്നിട്ടില്ല. ഇത് കണ്ടോ, രണ്ടാൾക്കാർ മുകളിൽ നിന്ന് തെറിച്ച് താഴത്തേക്ക് വീഴാണ്. രാജാവും റാണിയും ഒക്കെ ആയിട്ട് വലിയ ഒരു ടവറിൻ്റെ മുകളിൽ ഇരുന്നിരുന്ന ആൾക്കാരെ താഴെ എത്തിച്ചിരിക്കുകയാണ്. അതായത് അവർ ഇന്നലെ വരെ എന്തായിരുന്നോ അതൊന്നും അല്ലാതായി തീർന്നു ഇന്ന്. ആ ഒരു അവസ്ഥയാണ് ടവർ കാർഡ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ജേണി ഒരു കംപ്ലീറ്റ് ഫെയിലിയർ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഇനി നിങ്ങളിൽ എവിടെയാണ് ഒരു അലൈൻമെൻ്റ് ഉള്ളത്, എന്താണ് പോസിറ്റീവായിട്ട് നിങ്ങളിൽ ഇപ്പോഴും ഉള്ളത്? നിങ്ങൾക്ക് സ്കില്ലുണ്ട്, മാനിഫെസ്റ്റേഷൻ സ്കില്ലുണ്ട്. അതായത് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം, എന്ത് ചെയ്താൽ മാനിഫെസ്റ്റേഷൻ നടക്കും, എന്താണ് ഇതിൻ്റെ ബേസിക് തിയറി എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോളജ് ഉണ്ട്, അത് ചെയ്യാനുള്ള കഴിവും ഉണ്ട്. പക്ഷേ നടക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? ബ്ലോക്കേജ് ഉള്ളതുകൊണ്ടാണ്. എന്താണ് ബ്ലോക്കേജ്? വെയിറ്റിംഗ് എനർജി. നിങ്ങൾ ചേസിങ്ങിലാണ്. എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ അതിനെ തന്നെ ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയ്യോ അത് വന്നില്ലല്ലോ, ഞാൻ ഇത്ര ദിവസമായല്ലോ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നു, ഇത്ര ദിവസമായി ഞാൻ ജേർണലിങ് ചെയ്യുന്നു, ഇത്ര ദിവസമായി ഞാൻ ആ ടെക്നിക്ക് ചെയ്യുന്നു, ഈ ടെക്നിക്ക് ചെയ്യുന്നു, ഒന്നും അതിന് റിസൾട്ട് കാണുന്നില്ലല്ലോ. അങ്ങനെ നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് കണ്ടു കിട്ടിയാൽ മതി, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലൊന്ന് വന്ന് കിട്ടിയാൽ മതി. ആ ഒരു എനർജിയിലാണ് നിങ്ങൾ ഉള്ളതെന്ന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ ബ്ലോക്ക് ചെയ്യുന്നതും. മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത് അങ്ങനെയല്ല. അതൊരു ഫ്ലോയിലാണ് സംഭവിക്കുന്നത്. നിങ്ങൾ ആ ഫ്ലോയിനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം നിങ്ങളുടെ മുന്നിൽ എത്തണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ വെയിറ്റിംഗ് എനർജി കൊണ്ട് ആക്ച്വലി നിങ്ങൾ ആ വെള്ളത്തിൻ്റെ വഴിയിൽ വലിയൊരു തടസ്സം കെട്ടി വെച്ചിരിക്കുകയാണ്, ഒരു മട കെട്ടി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങോട്ട് വെള്ളം എത്തിയില്ലല്ലോ എന്നാണ് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ വെയിറ്റിംഗ് എനർജി കൊണ്ട് ആ ഒരു ഫ്ലോയെ തടസ്സപ്പെടുത്താതിരിക്കുക. വെൻ ഇറ്റ് ഈസ് ടൈം, ഇറ്റ്സ് ഗോൺ അപ്പിയർ ഇൻ ഫ്രണ്ട് ഓഫ് യു. സമയമാകുമ്പോൾ അത് നിങ്ങളുടെ മുന്നിൽ വരും. അതിനെ ആ ഒരു നാച്ചുറൽ ഫ്ലോയിൽ ഒഴുകി എത്താൻ നിങ്ങൾ അനുവദിക്കുക എന്നുള്ളതാണ് അവിടെ ഗൈഡൻസ് ആയിട്ട് വരുന്നത്. എന്താണ് നിങ്ങളുടെ എനർജിയെ ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ബ്ലോക്കേജ് വന്നത്? ഏസ് ഓഫ് സ്വാർഡ്സ്, പുതിയ ചിന്തകൾ. ഒരു പക്ഷേ നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒരുപാട് റിസർച്ച് ചെയ്യുന്നുണ്ടാവാം, എങ്ങനെ മാനിഫെസ്റ്റേഷൻ ചെയ്യണം, ഏത് ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യണം, 555 വേണോ, 1111 ടെക്നിക്ക് വേണോ, 1212 ടെക്നിക്ക് വേണോ, പിന്നെന്താണ്, ഒത്തിരി ഉണ്ടല്ലോ. ഒരുപാട് ബുക്സ് വായിക്കുന്നു, ഒരുപാട് വീഡിയോസ് കാണുന്നു, പുതിയ പുതിയ ടെക്നിക്കുകൾ ട്രൈ ചെയ്ത് നോക്കുന്നു. ആ ഒരു അമിതമായിട്ടുള്ള വെയിറ്റിംഗ് ആൻഡ് അതിന് നിങ്ങൾ സംഭവിക്കാൻ സമ്മതിക്കുന്നില്ല. അതാണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ മാനിഫെസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരിക്കും, പക്ഷേ നിങ്ങളതിനെ ലൈഫിലേക്ക് വരാനായിട്ട് നിങ്ങൾ അനുവദിക്കുന്നില്ല. കാരണം നിങ്ങളിൽ നിന്നും പുറത്തേക്ക് പോകുന്ന എനർജി ഒരു ലാക്ക് എനർജിയാണ്. എനിക്ക് ഇല്ല, എനിക്കിത് വേണം എന്നുള്ള ആ ചിന്ത കൊണ്ട് നിങ്ങൾ ആ വന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ തിരിച്ച് തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ ഒരു ബബിളിൻ്റെ ഉള്ളിലായിട്ട് നിൽക്കുകയാണ്. ആ ബബിളിൻ്റെ ഉള്ളിൽ മുഴുവൻ എന്താണ്? നിങ്ങളുടെ ലാക്ക് എനർജിയാണ്. എനിക്കിതുവരെ ഇത് കിട്ടിയില്ല എന്നുള്ള ചിന്തയാണ് ഈ എല്ലാ ജേർണലിങ്ങും എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും നിങ്ങളുടെ പുറത്തേക്ക് പോകുന്ന യൂണിവേഴ്സിലേക്ക് ചെല്ലുന്ന എനർജി എന്ന് പറയുന്നത് ഇല്ല, കിട്ടിയിട്ടില്ല, എത്തിയിട്ടില്ല, വന്നിട്ടില്ല എന്നുള്ള എനർജിയാണ്. അപ്പോൾ
അവിടെ അകത്തേക്ക് വരാൻ, ആ ബബിളിൻ്റെ അകത്തേക്ക് വരാൻ ഈ അനുഗ്രഹങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി എന്താണ് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒരു ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. ഒരു ട്രാൻസ്ഫോർമേഷൻ, മാനസികമായിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരാനുണ്ട്. ആ ട്രാൻസ്ഫോർമേഷൻ വന്നാൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുകയുള്ളൂ. നിങ്ങൾ വെയിറ്റിംഗ് എനർജിയിൽ നിന്ന് പുറത്ത് വരിക. അതത്ര എളുപ്പമല്ല. നമ്മളിതൊരു കുറേ പ്രാക്ടീസ് ചെയ്ത് കുറേ ആയിക്കഴിഞ്ഞാലാണ് നമുക്കത് മനസ്സിലാവുക എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇത് നമുക്ക് ബലം പിടിച്ച് തിരിച്ച് വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇറ്റ് ഹാസ് ടു ഹാപ്പൻ നാച്ചുറലി. നമുക്കൊരു പൂവിനെ, ഒരു പൂമൊട്ടിനെ നമ്മളൊരു അത് വിരിഞ്ഞ് കാണാനുള്ള കൊതി കൊണ്ട് നമ്മൾ അതിൻ്റെ ഇതളുകളൊക്കെ ഇങ്ങനെ നിവർത്തി നോക്കിയാൽ എന്ത് സംഭവിക്കും? ആ പൂവിന് യഥാർത്ഥത്തിൽ സാധാരണ വിരിഞ്ഞു വരുന്ന, നാച്ചുറലായി വിരിഞ്ഞു വരുന്ന ഒരു പൂവിൻ്റെ ഭംഗി ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. ഒരുപക്ഷെ ആ ഇതളുകളൊക്കെ കൊഴിഞ്ഞു പോകുമായിരിക്കും. അതിൽ നമ്മളെ കുറേ പാടുകൾ വീണ് അത് വല്ലാത്തൊരു രീതിയിലായി പോകുന്നല്ലാതെ ആ പൂവിന് യഥാർത്ഥ ഭംഗി ഉണ്ടാവില്ല. ഉണ്ടാവണമെങ്കിൽ അതിന് ആ ഒരു സമയം കൊടുത്ത് തന്നെ അത് വളർന്നു വരണം. ഒരു പ്യൂപ്പയുടെ അകത്ത് ഇരിക്കുന്ന ഒരു പൂമ്പാറ്റയുടെ ലാർവ ഉണ്ടല്ലോ, അതിന് നമ്മൾ അത് കഷ്ടപ്പെടുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ പുറത്തു നിന്ന് ആ പ്യൂപ്പ പൊട്ടിച്ച് അതിനെ പുറത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ എന്ത് പറ്റും? അതിന് യഥാർത്ഥ ഭംഗി ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു വന്നത് തിങ്സ് ഹാവ് ടു ഹാപ്പൻ നാച്ചുറലി. ആ ഒരു തിരിച്ചറിവാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. ആ ഒരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങൾക്ക് മാനസികമായിട്ട് ഉണ്ടാവേണ്ടത്. അങ്ങനെ അതുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ക്ലാരിറ്റിയാണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളെ കാണാൻ സാധിക്കും. കിങ് ഓഫ് സ്വേർഡ്സ് എനർജിയാണ്. അതായത് അതിനപ്പുറം നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാനില്ല. ക്ലാരിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾ കിങ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, ഏത് മാനസികാവസ്ഥയിലിരിക്കണം എന്നുള്ള സകല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങും എപ്പോൾ? ഈ ട്രാൻസ്ഫോർമേഷൻ നടന്നു കഴിയുമ്പോൾ. ഇനി എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട്, കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. ചാരിയറ്റ്, അഗെയിൻ മേജർ അർക്കാന കാർഡാണ്. 3 മേജർ അർക്കാനയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഒരു വിൽ പവർ ഉണ്ടാവുക. വിൽ പവർ എന്ന് പറയുമ്പോഴും നമ്മൾ അതിനെ ഞാനിത് നേടിയെടുക്കും എന്നുള്ള വാശി പിടിക്കാനല്ല. ഇഫ് ഇറ്റ് ഈസ് മെൻ ഫോർ മീ ഇറ്റ് വിൽ കം ടു മീ. ആ ഒരു വിശ്വാസം, അത് നമ്മൾ ഒരു വിശ്വാസം എന്നല്ല, ഒരു നോയിങ് എന്നാണ് അതിനെ പറയേണ്ടത്. നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം അത് എനിക്ക് വെച്ചിട്ടുള്ളതാണ്, അത് എന്നിലേക്ക് എത്തുക തന്നെ ചെയ്യും. അത് യൂണിവേഴ്സിനെ ഞാൻ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യുന്നു. പിന്നെ യൂണിവേഴ്സിന് എന്നിൽ അത്ഭുതം പ്രവർത്തിക്കാൻ ഞാൻ ഓപ്പണായി നിൽക്കുന്നു എന്നുള്ള ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരണം എന്നാണ് പറയുന്നത്. ഓക്കെ, കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പേഴ്സണൽ ഗൈഡൻസിനായിട്ട് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. കോൾ അവൈലബിൾ അല്ല. ദയവായിട്ട് മെസ്സേജ് മാത്രം ചെയ്യാം. താങ്ക് യു.